Welcome all. I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed a small introduction on the critical path method, the first network analysis technique, that is the critical path method. Today's class, we are trying to discuss about the two important topics in critical path method. The first one is steps involved in critical path method, and the second one is the phases of critical path method. അപ്പോൾ critical path methodനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്പുകളെ പറ്റി ആ സ്റ്റെപ്പുകൾക്കനുസരിച്ച് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിനെ എപ്രകാരം നമുക്ക് ഫേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാനുള്ളതിനെ പറ്റി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റെപ്സിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് എന്താണ് പറഞ്ഞു, നമുക്ക് കൈ തന്നിക്കുന്നുള്ള നമ്മളിലേക്ക് അസ്യൂം ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നെറ്റ്വർക്ക് ഡയഗ്രാം ആയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യും അല്ലേ. നമ്മൾ പ്രൊജക്റ്റ് നമ്മുടെ കൈ തന്നാൽ പ്രൊജക്റ്റിനകത്ത് നമ്മൾ രണ്ട് ഫാക്ടേഴ്സ്, മെയിനായിട്ട് രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് ആക്ടിവിറ്റീസ് ആസ് വെൽ as സെക്കൻഡ് വൺ ഇസ് ഇവൻറ്റ്സ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസിൻ്റെ കംപ്ലീഷനിലൂടെ നമ്മൾ എന്തിലേക്ക് എത്തും, ഒരു ഇവൻറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. അപ്പോൾ ആക്ടിവിറ്റീസിൻ്റെയും ഇവൻറ്റ്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്തെന്ന് മനസ്സിലായി, നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നമുക്ക് കൈ കിട്ടിയിരുന്ന പ്രൊജക്റ്റ് നമുക്ക് അസ്യൂം ചെയ്ത് തന്നേക്കുന്ന ഒരു പ്രൊജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്ക് ഡയഗ്രാമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ നെറ്റ്വർക്ക് ഡയഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ശേഷം ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിനെ അനലൈസ് ചെയ്തിട്ട് അവിടുത്തെ നെറ്റ്വർക്ക് ഡയഗ്രത്തിന് അനാലിസിസ് ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ആ പ്രൊജക്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണെന്ന് പറയുന്നത് പ്രൊജക്റ്റിന് നമ്മുടെ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ്, മെയിൻലി ടൈം എന്ന് പറയുന്ന റിസോഴ്സ്. അപ്പം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലൂടെ നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമുക്ക് അവിടെ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ എത്രമാത്രം ആവശ്യമുണ്ടെന്നതിനെ പറ്റി ഒരു അസംഷൻ, ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ ശരിക്കും അവിടെ നമ്മൾ ചെയ്യുന്നത് ടൈം എന്ന് പറയുന്ന റിസോഴ്സ് നമ്മൾ എപ്രകാരം അലോക്കേറ്റ്, ടൈം റിസോഴ്സിൻ്റെ അലോക്കേഷനെ പറ്റി നമ്മൾ മെയിനായിട്ട് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിനകത്ത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. The first step is list all activities and draw a network diagram. നമ്മുടെ ആക്ടിവിറ്റീസിന് നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ലിസ്റ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, പ്രോബ്ലം സെഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. പല രീതിയിൽ നമുക്ക് എന്ത് തരാം, ക്വസ്റ്റ്യൻസ് തരാം. ആക്ടിവിറ്റീസും ടൈമും യൂസ് ചെയ്ത് തരാം, അല്ലെങ്കിൽ പ്രിസീഡിങ് ആക്ടിവിറ്റീസ്, സക്സീഡിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആക്ടിവിറ്റീസിൻ്റെ ബേസിലായിരിക്കും നമുക്ക് എന്ത് തരും, നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് തരുന്നത്. സോ ആ ആക്ടിവിറ്റീസിനെ ലിസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അഥവാ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, വി ഹാവ് ടു ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം. നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പാണത്. നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റീസ്, ആ പ്രൊജക്റ്റിനകത്ത് ഇൻവോൾവ് ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റീസിൻ്റെ ബേസിസിൽ അതിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പ്രൊസീജിയർ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് that should be followed while using the CPM. And the second one is find TE and TL of each event. In terms നമുക്ക് പരിചയമുണ്ട്, TE and TL. TE is the event time. ടിയും TLലും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇവൻറ്റ് ടൈംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. TE മീൻസ് ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം ആൻഡ് TL ഈസ് ദ ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം. അപ്പോൾ ഒരു ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള രണ്ട് സമയങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം, ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം. അപ്പോൾ തന്നിട്ടുള്ള നെറ്റ്വർക്ക് ഡയഗ്രാം, നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം ക്വസ്റ്റിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റു കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഗിവൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് ഡയഗ്രാം ആദ്യം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇവൻസിൻ്റെ ടൈം, ദാറ്റ് ഈസ് ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈമും ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് കാൽക്കുലേറ്റ് EST, EFT, LST ആൻഡ് LFT. അതെന്താണ്, ഫോർ ഈച്ച് ആക്ടിവിറ്റി ടൈംസിനെ പറ്റിയുള്ള 4 ടേംസ് നമ്മൾ പഠിച്ചായിരുന്നു. അതൊക്കെയാണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. അപ്പോൾ ആ 4 വാല്യൂസ് ഓരോ ആക്ടിവിറ്റിയുടെയും ബേസ് ചെയ്തിട്ടുള്ള ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മൾ ആദ്യം നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു, അതിനുശേഷം ഓരോ ഇവൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തു, ഓരോ ആക്ടിവിറ്റീസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും.
ഡിറ്റർമൈൻ ദ ഫ്ലോട്ട് ഓഫ് each ആക്ടിവിറ്റി. ഈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടേംസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഓരോ ആക്ടിവിറ്റിയുടെയും ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനകത്ത് നമ്മൾ പറഞ്ഞു, ഫ്ലോട്ട് 0 ആകുന്ന ആക്ടിവിറ്റീസ് നമ്മളെന്ന് വിളിക്കുന്നത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത് പറഞ്ഞു. അങ്ങനെയുള്ള ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ചേരുന്ന പാത്ത് നമ്മളെന്ന് വിളിക്കുന്നത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞു. സോ നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിനകത്ത് നമ്മൾ പ്രോബ്ലം ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ്, ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എന്തുപയോഗിച്ച് CPM ഉപയോഗിച്ച് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റാണ് ടോട്ടൽ പ്രൊജക്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോട്ടൽ പ്രൊജക്റ്റ് ടൈമിനെയാണ് ശരിക്കും നമ്മൾ എന്തുപയോഗിച്ച് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, CPM ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ പ്രൊജക്റ്റ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സ്റ്റെപ്പുകളാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ പ്രൊജക്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന ആദ്യം നമുക്ക് എന്ത് വേണം, അവിടുത്തെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയണം. ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് കൂടി ചേരുന്നതാണ് എന്ത്, ക്രിട്ടിക്കൽ പാത്ത് എന്ന് നമുക്കറിയാം. ക്രിട്ടിക്കൽ പാത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ്, മാക്സിമം ടൈം കൺസ്യൂം ചെയ്യുന്ന പാത്താണ് ഉദ്ദേശിക്കുന്നത് ക്രിട്ടിക്കൽ പാത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ മാക്സിമം ടൈം കൺസ്യൂം ചെയ്യുന്ന ക്രിട്ടിക്കൽ പാത്തിനെ ഐഡന്റിഫൈ ചെയ്യുകയും ആ ക്രിട്ടിക്കൽ പാത്ത് കൺസ്യൂം ചെയ്യുന്ന ടൈമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഐഡന്റിഫൈ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു, ഇവന്റ്സിന്റെ ടൈം വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തു, ആക്ടിവിറ്റീസിന്റെ ടൈം വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവ ഉപയോഗിച്ച് ഫ്ലോട്ട് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓരോ ആക്ടിവിറ്റിയുടെയും ഫ്ലോട്ട് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഫോർമുലാസ് ഉണ്ട്, നമ്മൾ പ്രോബ്ലം സെഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കും. സോ ഫ്ലോട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഐഡന്റിഫൈ ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റീസ് വിത്ത് 0 ഫ്ലോട്ട്. ഫ്ലോട്ട് 0 ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണോ അവയെ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ. ദാറ്റ് ഈസ് ദ 5th സ്റ്റെപ്പ്, ഐഡന്റിഫൈ ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്തതിനകത്ത് ഏതൊക്കെ ഫ്ലോട്ടുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതൊക്കെ ഫ്ലോട്ടുകളാണോ 0 വരുന്നത് ആ 0 ഫ്ലോട്ട് വരുന്ന ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. അതിൻ്റെ 6th സ്റ്റെപ്പ് ഈസ് ഡ്രോ ഡബിൾ ലൈൻസ് ഇൻ ദ നെറ്റ്വർക്ക് ഡയഗ്രാം പാസിംഗ് ത്രൂ ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ആ നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മളിപ്പോൾ ഫ്ലോട്ട് 0 വരുന്ന ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, തിരിച്ച് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ പോകുന്ന നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഏതൊക്കെ ആക്ടിവിറ്റീസിൻ്റെ ആണോ ഫ്ലോട്ട് 0 വരുന്നത് അവയെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡബിൾ ലൈൻസ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യും. സാധാരണ നമ്മൾ ക്രിട്ടിക്കൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്ത് സിംഗിൾ ലൈനാണ് ആക്ടിവിറ്റീസിനോട് അല്ലെങ്കിൽ സിംഗിൾ ആരോ ആണ് കൊടുക്കുന്നത് അല്ലേ. ഇതിപ്പോൾ എന്ത് ചെയ്യും, ഡബിൾ ലൈൻ്റെ ആരോ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, അത്ര വ്യത്യാസമുള്ളൂ. ദർ ഈസ് ഡ്രോ ഡബിൾ ലൈൻസ് ഇൻ ദ നെറ്റ്വർക്ക് ഡയഗ്രാം പാസിംഗ് ത്രൂ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണോ അവ തമ്മിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവയെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് റെപ്രസെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡബിൾ ലൈനിൻ്റെ ആരോസ് നമ്മൾ കൊടുക്കുന്നു. ദ ഡബിൾ ലൈൻ ഷോസ് ദ ക്രിട്ടിക്കൽ പാത്ത്. ആ ഡബിൾ ലൈൻ ആരോസ് വരുന്ന പാത്ത് അല്ലെങ്കിൽ ആ ഡബിൾ ലൈൻ ആരോസ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന പാത്തിന് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, ക്രിട്ടിക്കൽ പാത്തായിട്ട് വിളിക്കുന്നത്. കാരണം ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡബിൾ ലൈൻസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഡബിൾ ലൈൻസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ ഡബിൾ ലൈൻസ് വരുന്ന ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന പാത്തായിരിക്കും ഓട്ടോമാറ്റിക് ചെയ്ത് ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് വി ആർ കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ. ആ ക്രിട്ടിക്കൽ പാത്തിൽ നിന്നും ക്രിട്ടിക്കൽ പാത്താണ് the path having time wise longest time അല്ലെങ്കിൽ മാക്സിമം ടൈം കൺസ്യൂം ചെയ്യുന്ന പാത്താണ് ഇത് ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ആ ക്രിട്ടിക്കൽ പാത്തിനകത്ത് കൺസ്യൂം ചെയ്യുന്ന ടോട്ടൽ പ്രൊജക്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ടോട്ടൽ പ്രൊജക്റ്റ് ടൈമിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് CPM കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു. സോ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട സ്റ്റെപ്സിനെ പറ്റിയാണ് പറഞ്ഞ് നിർദ്ദേശിച്ചത്. ടോട്ടൽ 7 സ്റ്റെപ്സ് ഉണ്ടാകും. നെറ്റ്വർക്ക് ഡയഗ്രാം ആദ്യം വരയ്ക്കുക. നെറ്റ്വർക്ക് ഡയഗ്രാമത്തിൽ നിന്നും ഇവന്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക, ഇവന്റ് കൂടാതെ ആക്ടിവിറ്റി ടൈംസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ആക്ടിവിറ്റി ടൈംസ് എന്തുപയോഗിക്കുക, ആ ആക്ടിവിറ്റി ടൈംസ് ഉപയോഗിച്ച് നമ്മൾ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ഫ്ലോട്ട് 0 വരുന്ന ആക്ടിവിറ്റീസിനെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ഡബിൾ ലൈൻസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയും ആ ഡബിൾ ലൈൻസ് വരുന്ന പാത്ത് നമ്മൾ ക്രിട്ടിക്കൽ പാത്തായിട്ട് അനലൈസ് ചെയ്യും. അവിടെ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷനെ ടോട്ടൽ പ്രൊജക്ട് ടൈമിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ ദീസ് ആർ 7 steps included in the critical path method. And next we are trying to discuss about the phases of critical path method. Critical path method include ചെയ്യപ്പെടുന്ന ഫേസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രീഫായിട്ട് നമ്മൾ കഴിഞ്ഞ സെഷനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് ത്രീ സ്റ്റെപ്സ് 3 കാര്യങ്ങളാണ് മെയിൻ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. എന്തൊക്കെയാണ്, പ്ലാനിങ്, സ്കെഡ്യൂളിങ്,
ആസ് വെൽ ആസ് കൺട്രോളിങ്. അപ്പോൾ ആ ഒരു അതേ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ എന്തായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഫേസസ് ഓഫ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിനെ നമുക്ക് ടോട്ടൽ 4 ഫേസസ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ദ ഫസ്റ്റ് ഫേസ് ഈസ് പ്ലാനിങ്, സെക്കൻഡ് വൺ ഈസ് സ്കെഡ്യൂളിംഗ്, third one is resource allocation, as well as the fourth one is controlling. വലിയ വ്യത്യാസമൊന്നുമില്ല. CPM മെത്തേഡ്, ആ CPM നെറ്റ്വർക്ക് കൺസിസ്റ്റ് ചെയ്യുന്ന 3 സ്റ്റെപ്സിനെ തന്നെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള റേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ടോപ്പിക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് ദ ഫേസസ് ഓഫ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ആൻഡ് ദ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് 4 phases: പ്ലാനിങ്, സ്കെഡ്യൂളിംഗ്, റിസോഴ്സ് അലോക്കേഷൻ ആസ് വെൽ ആസ് കൺട്രോളിങ്. അപ്പോൾ ഫസ്റ്റ് ഫേസ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേറെ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു നമ്മളുടെ ആ പ്രൊജക്റ്റിനകത്ത് എന്തുണ്ട്, ആക്ടിവിറ്റീസും ഉണ്ട്, ഇവൻസും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ടോട്ടൽ പ്രോജക്റ്റ് ടൈമിനെ കറക്റ്റായിട്ട് മാക്സിമം ടൈം കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ എപ്രകാരം ഈ പ്രൊജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യുക, ആ കംപ്ലീഷൻ നടക്കുന്ന രീതി, ആ ടോട്ടൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഏറ്റവും ലോജിക്കലായിട്ട് എങ്ങനെ ഈ ആക്ടിവിറ്റീസ്, ആ പ്രൊജക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റീസിനെ സീക്വൻസ് ആയിട്ട് നമുക്ക് എഴുതാം. അതിനെ പറ്റിയുള്ളൊരു പ്ലാൻ, അതിന് ആ ലോജിക്കൽ arrangement or the sequential arrangement of the activities of the project ആണ് ഏത് സെക്ഷനകത്ത് ഏത് ഫേസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്, നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്ന ഫേസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. ഏതെങ്കിലും കുറേ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്ത് എന്തെങ്കിലും കുറേ ഇവൻസിലേക്ക് എത്തിച്ചേരുന്നതല്ല. കറക്റ്റായിട്ട് പ്രൊജക്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ള കംപ്ലീഷൻ ഉണ്ടെങ്കിൽ പ്രൊജക്റ്റ് കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, നമുക്ക് ഇനിഷ്യൽ ഇവൻറ്റിൽ നിന്ന് കറക്റ്റ് ഒരു പ്ലാനിങ്ങോടുകൂടെ ഇവിടെ എത്തണം, നമ്മുടെ ടെർമിനൽ ഇവൻറ്റിലേക്ക് എത്തണം. അപ്പോൾ ആ കറക്റ്റായിട്ട് ആ പ്ലാനിങ് നടക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഇനിഷ്യൽ ഇവൻറ്റിൽ നിന്നും ടെർമിനൽ ഇവൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്കുള്ള ഇവൻറ്റ്സ് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കുള്ള ഓരോ ഇവൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കുള്ള ആക്ടിവിറ്റീസ് ആ ഓരോ ഇവൻറ്റ്സിലേക്കും ഇപ്പോൾ ഇനിഷ്യൽ ഇവൻറ്റിൽ നിന്ന് ഫസ്റ്റ് ഇവൻറ്റിലേക്ക് എത്തിച്ചേരാനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം. ഫസ്റ്റ് ഇവൻറ്റിൽ നിന്ന് സെക്കൻഡ് ഇവൻറ്റിലേക്ക് എത്തിച്ചേരാൻ എന്ത് ചെയ്യണം, ആക്ടിവിറ്റീസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കുറേ ആക്ടിവിറ്റീസ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നമ്മളെടുത്ത് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ആദ്യം എന്ത് വേണം, ആദ്യം നമുക്ക് പ്രയർ സോങ് വേണം, അതിനുശേഷം വെൽക്കം സ്പീച്ച്, അതിനുശേഷം ഫെലിസിറ്റേഷൻ. അപ്പോൾ അതിന് ഓർഡറാണ് അല്ലേ. അപ്പോൾ ആ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ആ ആക്ടിവിറ്റീസിനെ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രോഗ്രാം കറക്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ പ്രൊജക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റീസിൻ്റെ ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ആ ഒരു വർക്കാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. പ്ലാനിങ് എന്ന ഫേസിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ആക്ടിവിറ്റീസിൻ്റെ ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് കൂടാതെ പ്ലാനിങ് എന്ന ഫേസിനകത്ത് വരുന്നത് നമ്മളവിടെ യൂസ് ചെയ്യുന്ന റിസോഴ്സസ്, ഇപ്പോൾ മാൻ പവർ ആയിരിക്കാം, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ജസ്റ്റ് ഒരു എസ്റ്റിമേഷൻ, അങ്ങനെയുള്ള റിസോഴ്സുകളുടെ എസ്റ്റിമേഷനോട് നടക്കുന്നു. റിസോഴ്സ് അലോക്കേഷൻ അല്ല, റിസോഴ്സിൻ്റെ എസ്റ്റിമേഷനോട് നടക്കുന്നുണ്ട് പ്ലാനിങ് തന്നെ ഫേസിലാണ്. അപ്പോൾ പ്ലാനിങ് തന്നെ ഫേസിനകത്ത് നമ്മൾ CPM-നകത്ത് പ്ലാനിങ് തന്നെ ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ ലോജിക്കൽ സീക്വൻസ് അല്ലെങ്കിൽ ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് ദ പ്രൊജക്ട് ആസ് വെൽ ആസ് ദ റിസോഴ്സ് എസ്റ്റിമേഷൻ. റിസോഴ്സിനെ കണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ കൂടെ അവിടെ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നു. നമ്മുടെ പ്ലാനിങ് തന്നെ ഫേസിനകത്ത് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് ഫേസ് ഈസ് സ്കെഡ്യൂളിങ്. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഇതിനെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടുത്തെ ടൈമിൻ്റെ അലോക്കേഷൻ. ഇന്ന പ്രോഗ്രാം ഇന്ന സമയത്ത് സ്കെഡ്യൂൾ ചെയ്യുന്നു, ഇന്ന സമയം ഇത്ര സമയം എന്ത് ചെയ്യുന്നു, ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു പ്രൊജക്റ്റിൽ ഓരോ ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് ചെയ്യപ്പെടേണ്ട ടൈം എന്ന് പറയുന്ന റിസോഴ്സിനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്കെഡ്യൂളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു പ്രൊജക്റ്റിനകത്ത് ഏതൊക്കെ ആക്ടിവിറ്റീസ് എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ടൈം എന്ന് പറയുന്ന റിസോഴ്സിൻ്റെ കറക്റ്റായിട്ടുള്ള അലോക്കേഷൻ്റെ കറസ്പോണ്ടിങ് പ്രൊജക്റ്റ് ആണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കെഡ്യൂളിംഗ് ഫേസ് ഓഫ് ദ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ പ്രൊജക്റ്റിനകത്ത് ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ടൈം ഡിലേ എന്തിനും ഡിലേ ചെയ്യിപ്പിക്കാം, ടോട്ടൽ കംപ്ലീഷൻ പ്രൊജക്റ്റിനെ ഡിലേ ചെയ്യിപ്പിക്കാം. സോ നമ്മുടെ ടൈം എന്ന് പറയുന്ന റിസോഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്.
ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷൻ, ടോട്ടൽ പ്രൊജക്ട് ടൈം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. സോ ആ ടൈം എന്ന് പറയുന്ന റിസോഴ്സിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൺസിഡർ ചെയ്യുകയും ആ റിസോഴ്സിന് കറക്റ്റായിട്ടുള്ള അലോക്കേഷനാണ് ഇവിടെ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഫേസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് റിസോഴ്സ് അലോക്കേഷൻ. ടൈം കൂടാതെ മറ്റ് റിസോഴ്സിനകത്ത് ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ ലേബേഴ്സ് അഥവാ മാൻ പവർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആസ് എ റിസോഴ്സ് ആയിട്ട്. അഥവാ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എക്യുപ്മെൻറ്റ്സ് അഥവാ നമ്മളുടെ മെഷീനറീസ് യൂസ് ചെയ്യുന്നുണ്ട്, ഫിനാൻസ് ആവശ്യമുണ്ട്, സ്പേസ് ഒരു അക്കോമഡേഷൻ അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ ഇത് ചെയ്യാനായിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സ്പേസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ബാക്കി ടൈം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ റിസോഴ്സുകളുടെയും അലോക്കേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്, കറക്റ്റായിട്ട് എത്ര ആവശ്യമുണ്ട്, എത്രമാത്രം റിസോഴ്സ് ആവശ്യമുണ്ട്, അഥവാ മിനിമം റിസോഴ്സുകൾ ഉപയോഗിച്ച് മാക്സിമം ഔട്ട്പുട്ടാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊജക്റ്റിന്റെ കംപ്ലീഷൻ കൊണ്ട്, പ്രൊജക്റ്റ് കൊണ്ട്, പ്രൊജക്റ്റ് ക്യാരി ഔട്ടിംഗ് കൊണ്ട്, എക്സിക്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രമാത്രം റിസോഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. ടൈം ഒഴിച്ചുള്ള ബാക്കി എല്ലാ റിസോഴ്സ് എത്രമാത്രം റിസോഴ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. സോ ദാറ്റ് പ്രൊജക്റ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് പെർഫെക്റ്റ്. ആ പ്രൊജക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എപ്രകാരം നമുക്ക് ഓരോ റിസോഴ്സും നമുക്ക് അലോക്കേറ്റ് ചെയ്യാം, അതിൻ്റെ എമൗണ്ട് അതെല്ലാം ഉൾപ്പെടുന്ന ഫേസാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിസോഴ്സ് അലോക്കേഷൻ എന്ന ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫോർത്ത് ആസ് വെൽ ആസ് ദ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഈസ് കൺട്രോളിങ്. CPM നെറ്റ്വർക്കിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവ ലാസ്റ്റ് ആയിട്ടുള്ള ഫേസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്? കൺട്രോളിങ് ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കൺട്രോളിങ് തന്നെ വേറൊന്നുമില്ല, നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്ന ഫേസിനകത്ത് നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ട് വെക്കുകയാണ്, ഇത്ര മാത്രം റിസോഴ്സ് ആവശ്യം വരും, ഇന്ന ഓർഡറിൽ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യണം. അത് നമ്മളുടെ ഒരു ഫ്യൂച്ചർ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് കൊടുക്കുകയാണ്. ഇന്ന രീതിയിൽ ആക്ടിവിറ്റീസിന് അലോക്കേറ്റ് ചെയ്യണം, ഇത്ര മാത്രം റിസോഴ്സ് ഒക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ഇട്ട് കൊടുക്കാം, ഇത്രമാത്രം റിസോഴ്സ് ആവശ്യം വരും അല്ലേ. അപ്പോൾ അത് നമ്മൾ ആ പ്ലാനിൽ തന്നെ ഫേസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുകയാണ്. പക്ഷേ ഒറിജിനൽ ഈ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ആ എക്സിക്യൂഷൻ്റെ പ്രൊസീജിയറിൻ്റെ സമയത്ത് ശരിക്കും എന്ത് ചെയ്യാം, ഈ പ്ലാനിങ്ങിൽ നിന്നും കുറച്ച് ഡിഫറൻസ് അഥവാ ഡീവിയേഷൻസ് സംഭവിക്കുക. പ്ലാൻ ചെയ്ത് അതേ രീതിയിൽ എന്ത് ചെയ്യണമെന്നില്ല, ആ പ്രൊജക്റ്റിന് എക്സിക്യൂഷൻ ഹാപ്പൻ ചെയ്യണമെന്നില്ല. അപ്പോൾ ആ പ്ലാനിങ്ങിൽ എക്സിക്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡിഫറൻസ് അഥവാ ഡീവിയേഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഡിഫറൻസിന് എത്രമാത്രം ഡിഫറൻസ് ആണ് ആ പ്ലാനിങ്ങിൽ നിന്ന് എക്സിക്യൂഷൻ്റെ സമയത്ത് ഉണ്ടായത്, ഓരോ കാര്യങ്ങൾക്കും ആ പ്ലാൻ ചെയ്ത ഓരോ കാര്യങ്ങളും എത്രമാത്രം ഡിഫറൻസിലാണ്, അതായത് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്താണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്, ആ ഡിഫറൻസിനെ അഥവാ ആ ഡീവിയേഷനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുകയും ആ ഡീവിയേഷൻ കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുകയും ചെയ്യുന്ന പ്രൊസീജിയർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൺട്രോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ആ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എപ്രകാരം കംപ്ലീറ്റ് ചെയ്യാം. ആ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ത് വേണം, ആ പ്ലാനിങ് എക്സിക്യൂഷൻ തമ്മിലുള്ള ഡിഫറൻസ് അഥവാ ഡീവിയേഷനെ അനലൈസ് ചെയ്യും, കറക്റ്റായിട്ട് റെക്ടിഫൈ ചെയ്യുകയും വേണം. അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ അനാലിസിസ് ആസ് വെൽ ആസ് റെക്ടിഫിക്കേഷൻ പ്രൊസീജിയറാണ് ഇവിടെ. ആ പ്ലാനിങ്ങിൽ നിന്നും എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ് അഥവാ ഡീവിയേഷൻസിനെ അനലൈസ് ചെയ്യും, അത് റെക്ടിഫൈ ചെയ്യുകയും ചെയ്യും. ആ ഒരു ഫിനോമിന ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഫേസാണ് ഏത്, കൺട്രോളിങ് ഫേസ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ CPM നെറ്റ്വർക്ക് ടെക്നിക്കിനകത്ത് നമുക്ക് 4 ഫേസാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് ഫേസ് ഈസ് പ്ലാനിങ്, സെക്കൻഡ് ഫേസ് ഈസ് സ്കെഡ്യൂളിംഗ്, തേർഡ് ഫേസ് ഈസ് റിസോഴ്സ് അലോക്കേഷൻ ആസ് വെൽ ആസ് ദ ഫോർത്ത് ഫേസ് ഈസ് കൺട്രോൾ. സോ നമ്മൾ ഇന്ന് പറഞ്ഞത് 2 കാര്യങ്ങളെ പറ്റിയാണ്, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ CPM ടെക്നിക്ക് ആൻഡ് ദ ഫേസസ് ഇൻവോൾവ് ഇൻ ദ ഫേസസ് ഓഫ് CPM. ഈ 2 കാര്യങ്ങൾ, 2 മെയിൻ ടോപ്പിക്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ CPM ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നെക്സ്റ്റ് സെഷനകത്ത് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ 2 ടോപ്പിക്സ് നിങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് ഇതിലേക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സെഷൻ താങ്ക് യു.